എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവതിരുസന്നിധിയിൽ സന്തോഷത്തോടെ ഇരിക്കണം. നമുക്ക് കുറേ വിഷയങ്ങളുള്ളതാകാം. ഫസ്റ്റ് ബിഗിനേഴ്സ്, ആദ്യം വരുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊരു പക്ഷേ ആദ്യം വരികയായിരിക്കും, ആലപ്പുഴ വരെ ആദ്യം കാണുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറഞ്ഞ ലോകത്തിലെ അപൂർവ സ്ഥലമാണ്. ഈ അനുഗ്രഹത്തിൻ്റെ തണലിലേക്കാണ് ദൈവം കെട്ട കാലത്ത് നിന്നെ കൈ വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. എൻ്റെ ദൈവവേദനെ, നീ ഇതാദ്യം നിൻ്റെ മനസ്സിൽ ഉറപ്പിക്കണം. ഇതൊരു ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യമല്ല. ഞാനിവിടെ വന്നത് ഒരു ആകസ്മികമായി സംഭവിച്ചതല്ല. ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. എന്ന് പറഞ്ഞേ, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. അപ്പം ആ ഒരു ബോധം ആദ്യമേ ഉണ്ടാകണം. ഇവിടെ വന്നാൽ രക്ഷപ്പെടുമെന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവോ? ഇവിടെ വന്നാൽ നീ രക്ഷപ്പെടുമോ, നിൻ്റെ ജീവിതത്തിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും എന്ന് ദൈവം കഴിഞ്ഞാൽ പിന്നെ ലോകത്തോട് പറഞ്ഞത് ആരാണെന്നറിയാവോ? പിശാച്. പിശാച് അറിയാലോ ഇവിടെ വന്നാൽ രക്ഷപ്പെടുമെന്ന്. അത് കാരണം രക്ഷപ്പെടാൻ സാധ്യതയുള്ള എല്ലാ വിഷയങ്ങളെയും പിശാച് അറ്റാക്ക് ചെയ്ത് ആദ്യം. അതിലൊന്നാണ് കൃപാസനം പത്രം. കൃപാസനം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം നുണപ്രചരണങ്ങളാണ് ആദ്യമേ ഇറക്കി വിട്ടത്. ഞാൻ തന്നെ പകച്ചുപോയി. കാരണം നമ്മൾ പോലും കേൾക്കാത്തതും ചിന്തിക്കാത്തതും പറയാത്ത കാര്യങ്ങൾ ട്രോളർമാർ പറയും. കൃപാസനം പത്രം അരച്ച് കലക്കി കുടിച്ച് ആശുപത്രിയിലായി, ദോശ ചുരുട്ടി, അതൊക്കെ എല്ലാം പിശാച് കൃത്യമായിട്ട് ചെയ്ത ടാർജറ്റ്. കാര്യം പിശാചിനറിയാം ഈ സാധനം രക്ഷപ്പെടും, മനുഷ്യർ രക്ഷപ്പെടുമെന്ന് അറിയാം. മനുഷ്യർ ഇതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ആദ്യം അറ്റാക്ക് ചെയ്തത് പത്രത്തെയാണ്. ഞങ്ങളെന്ത് ചെയ്ത് പതുക്കെ നിന്ന് ഒരു ഡിസ്ക്ലൈമറൊക്കെ കൊടുത്ത് പതുക്കെ നിന്ന് പ്രാർത്ഥിച്ചു നിന്ന് പത്രം അതിനേക്കാൾ ഗംഭീരമായി ദൈവം എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു സാക്ഷ്യമുണ്ട്. ഇന്നലെ സാക്ഷ്യത്തിൽ ഒരു ചേച്ചി, അവിടെ എന്നാ പേര്, അവിടെ പ്രിയ, വയനാടെന്ന്, നല്ല സാക്ഷ്യം. ഒരു എഡ്യൂക്കേറ്റഡാണ്, നേഴ്സാണ്. പക്ഷെ അവരുടെ ഒരു ജീവിതാനുഭവം വ്യത്യസ്തമാണ്. കാര്യം ഇപ്പോഴേ നിങ്ങൾക്കറിയാമല്ലോ, ഈ പണ്ട് ഇല്ലാതിരുന്ന ഈ അഭ്യസ്ത വിദ്യരുടെ ഡിപ്രഷൻ രോഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഇപ്പോഴ്. പണ്ട് അതില്ലായിരുന്നു, ആൾക്കാർക്ക് നല്ല ധൈര്യമായിരുന്നു. ഇപ്പോഴെന്തോ ഇപ്പം ഞാൻ ആൾക്കാരെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആൾക്കാരുടെ ചീട്ട് നോക്കുമ്പോൾ അവിടെ ഡിപ്രഷൻ എഴുതി വെക്കും. ചിലരുടെ ഓഫീസിലോട്ട് കാര്യം ഫീഡ് ചെയ്യുമ്പോൾ അവരതിനെ നോട്ട് ചെയ്യണതാണ് ഡിപ്രഷൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. മാനസികമുണ്ട്, മാനസിക തകർച്ച ഉണ്ട്, ആത്മഹത്യാ പ്രവണത ഉണ്ട്, നിരാശയുണ്ട്. ഇനി എന്തിനാണ് ജീവിക്കണത്, എന്നാത്തിനാണ് ജീവിക്കണം എന്നുള്ള ചിന്തയുണ്ട്. ഇനി എങ്ങനെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ, അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള വിഹ്വലതയുണ്ട്. എല്ലാത്തിനും കൂടി ഒരു പേരാണ് ഡിപ്രഷൻ എന്ന് എഴുതിയത്. അവൾ പറയണത് എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഡിപ്രഷനാണെന്നാണ് പറയണത്. കുഞ്ഞുനാൾ മുതൽ ഡിപ്രഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പണി ചെയ്യും. എന്താണ്, ഞാൻ പഠിക്കണ കാലത്ത് എനിക്ക് പേടിയായത് കാരണം, ആളിന് ബേസിക്കായിട്ട് ഫിയർ ഉള്ള ആളാണ്. ഈ പേടിയ കാരണം ഞാൻ കൊന്തയും ബൈബിളും എടുത്ത് തലയ്ക്ക് ഭാഗത്ത് വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങണത്. അപ്പോൾ ഇപ്പോൾ ഉടമ്പടി എന്നും പറഞ്ഞൊരു പാട്ട് ഒരാൾ ഇറക്കിയിട്ടില്ലേ, നമ്മുടെ അക്കൗണ്ട് നോക്കിയാൽ കാണുമോ, നല്ല പാട്ടാണ്. അതിലവർ പറയണത് ഉടമ്പടി നേർച്ച വസ്തുക്കളെക്കുറിച്ച് പറയണത്, കൃപാസനം പത്രമായാലും ഉപ്പായാലും ഉടമ്പടി തൈലമായാലും അവർ പറയണത് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് മോശയുടെ വടി കിട്ടിയെന്നാണ് പറയണത്. മോശയുടെ വടി കൊണ്ടാണല്ല മോശ പാറയിലടിച്ചതും ചെങ്കടൽ പിളർത്തിയതും ജോർദാനം വറ്റിച്ചതും ഒക്കെ വാഗ്ദാന നാട് പ്രാപിച്ചതൊക്കെ ദൈവം കൊടുത്ത ഈ ഉപകരണമാണ്. അപ്പോൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ട്. അപ്പോൾ പക്ഷെ അത് ഉപയോഗിക്കാൻ അറിയാവുന്നവർ
നല്ല ഷാർപ്പ് ഷൂട്ട് ചെയ്യും. അല്ലാത്തവർ അതുകൊണ്ടാണ് ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ധ്യാനം നിങ്ങൾക്കും എനിക്കും എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കുന്ന കോമൺ പ്ലാറ്റ്ഫോം ഉടമ്പടി ധ്യാനമാണ്. പക്ഷേ എനിക്കും അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ പറയണത്. പലപ്പോഴും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി എഴുതിയെടുക്കണം നോട്ട് ബുക്കേ. എന്താ കാര്യത്തിനാൽ എനിക്ക് പോലും അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റുകളാണ് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ചില സമയത്ത് ദൈവം പറയണത്. അപ്പോഴാണ് ഞാനും പഠിക്കുന്നത്, ഉടമ്പടിക്ക് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടോ. എന്താ കാര്യത്തിൽ ഇന്നലെ ഒരു മനുഷ്യൻ ഒരു സാക്ഷ്യം പറഞ്ഞ്, ശ്രീകുമാർ, ഇന്നലത്തെ ഒരു സാക്ഷ്യമാണ്. അപ്പോൾ ശ്രീകുമാറിൻ്റെ കാര്യം രസമാണ്. ശ്രീകുമാർ അയാളൊരു NRI ആയിരുന്നു പണ്ട്, ഒരു വിദേശ ജോലിയുള്ള ആളായിരുന്നു. പക്ഷെ കോവിഡ് വന്നതോടുകൂടി പുള്ളിയുടെ ജോലി പോയി. മനുഷ്യന്മാരുടെ പ്രശ്നമേ ഉടമ്പടി എല്ലാം അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആശ്വാസം. അപ്പോൾ ശ്രീകുമാറിൻ്റെ ജോലി പോയി. അയാൾ നാട്ടിൽ വന്നിട്ട് തേരാപ്പാര നടക്കുകയാണ് ജീവിക്കാൻ. കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ കൈ കാലണയില്ല. എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൈ കാലണയില്ല. അപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടിക്ക്, ഇപ്പോൾ നമ്മൾ കൈ കാലണയില്ലാത്തപ്പോൾ പിന്നെ എന്താ നമ്മുടെ മാർഗം? നമ്മുടെ മുമ്പിലുള്ളത് ഉടമ്പടി മാത്രമേ ഉള്ളൂ ശരിക്കും ഇന്നത്തെ കാലത്ത്. അപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടിയുള്ള ഗുണമെന്ന് പറയുന്നത്, ഉടമ്പടിയിലുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കിയത്, ഇനി നിങ്ങളെങ്ങനെ മനസ്സിലാക്കിയിരിക്കണം എന്നറിയത്തില്ല. കാര്യം ഉടമ്പടി ഈ പാട്ടിൽ പറയണ പോലെ ഈ ദൈവവുമായിട്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണമെങ്കിലും അത് മോണിറ്റർ ചെയ്യണതും അത് ആക്ടിവേറ്റ് ചെയ്യണതും മദറാണ്, അമ്മയാണ്. അമ്മയുടെ മാധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പം അമ്മയുടെ മാധ്യസ്ഥൻ്റെ ഒരു പ്രശ്നം എന്ന് പറയണത് ഈ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പം കുറേ ആയില്ലേ, എത്രയോ ഞാൻ അമ്മയുടെ കൂടെ ഈ ശുശ്രൂഷ, കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞിട്ട് വർഷങ്ങളായി, ഒരുപക്ഷെ 4 നൂറ്റാണ്ട് കൂടുതലായി ഈ മരിയ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് മരിയ ശുശ്രൂഷയും മറ്റ് ശുശ്രൂഷയും തമ്മിലുള്ള വ്യത്യാസം, ഈ മറ്റ് മരിയ ശുശ്രൂഷക്കുള്ള ഗുണമെന്ന് പറയണത് ഫസ്റ്റ് ഫേസിൽ വ്യക്തിയുടെ സ്റ്റാറ്റസ് ഓവർലുക്ക് ചെയ്ത് കളയും. അപ്പോൾ എന്താ ഉദ്ദേശിക്കണം? ഇപ്പോൾ വ്യക്തി അയാൾ ചിലപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെട്ട് പാപാവസ്ഥയിലാകാം. പക്ഷേ അയാൾ ചിലപ്പോൾ അദ്ദേഹം ഒരു ഡൈവേഴ്സ്ഡ് പേഴ്സണാകാം. അല്ലെങ്കിൽ ആ സ്ത്രീ ചിലപ്പോൾ ഒരു അബോർഷൻ കഴിഞ്ഞ ആളാം, മനഃപൂർവ്വം പാപത്തിലൂടെ ഗർഭം ധരിച്ചിട്ട് ഒരു അബോർഷനിലൂടെ വീണ്ടും പാപിയായിട്ട് നിൽക്കുന്ന ആളാകാം. പക്ഷേ ഇവർക്ക് ഈ ഞാൻ കണ്ടുവരണത് ഉടമ്പടിയൊക്കെ അമ്മയുടെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഇതിനെ ആദ്യം അഡ്രസ്സ് ചെയ്തില്ല അമ്മ. നീ അങ്ങനെ ചെയ്തവളല്ലേ, ഇങ്ങനെ ചെയ്തവളല്ലേ, അങ്ങനെ ആവശ്യമില്ല, നിൻ്റെ ഹർട്ട് ചെയ്യുകയോ നിന്നെ തൂക്കി നോക്കുകയൊന്നുമില്ല. ആദ്യം അമ്മ എന്ന രീതിയിൽ നിന്നെ നിലനിർത്തി തരും. അതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ ഒരു ദൈവികമായ സത്യമാണ്. നിൻ്റെ അവസ്ഥ എന്തായാലും ആദ്യം നിന്നെ ദൈവം, നീ ഇപ്പോൾ ഭർത്താവിനെതിരെ കേസ് കൊടുത്ത് വന്ന ആളാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഭാര്യയ്ക്കെതിരെ കേസ് കൊടുത്തിട്ട് നിൻ്റെ താല്പര്യത്തിന് പറ്റുന്ന രീതിയിൽ കുടുംബജീവിതം കൊണ്ടുപോകാത്തപ്പോൾ നിനക്ക് വിറഞ്ഞ് നീ മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടിടവെന്ന് നിൽക്കണം വിചാരിച്ചു. പക്ഷേ നീ ഒരു കടത്തിലാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നീ ഒരു രോഗത്തിലാണെന്ന് വിചാരിച്ചോ, അമ്മ ആദ്യം അത് അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങനെ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്, ഉപദേശിക്കാനുള്ളത്, നമുക്കീ ഒരു ബോധം ഉണ്ടാകണം. നിങ്ങൾ ഓർക്കരുത്, നിങ്ങൾ എന്ത് അവസ്ഥയിലായാലും കൃപാസനത്തിൽ വരുമ്പോൾ ഫസ്റ്റ് ഫേസിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാൻ പാപിയായിരുന്നിട്ടും ഞാൻ പൊക്രിത്തരം കാണിച്ചിട്ട് തോന്നിവാസം ജീവിച്ചിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചല്ല, അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ജീവിച്ചാൽ മതി. അതിവിടെയാണ് പ്രശ്നം. അവിടെയാണ് നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത്. ഇത് ഫസ്റ്റ് ഫേസിൽ നിങ്ങളെ നിലനിർത്തി തന്നിട്ട് ഈശോയുടെ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, അല്ല ഈശോയുടെ ഒരു അപ്രോച്ചിങ് ഉണ്ട്. എന്താണ്? ഇപ്പം ഞാൻ നിന്നെ സഹായിക്കുന്ന, മേലിൽ നീ നന്നായി ദൈവത്തിൻ്റെ പൈതലിനെ പോലെ ജീവിക്കണം. എന്തിനാണ് നമ്മൾ പാപം ചെയ്യരുതെന്ന് പറയുന്നതിൻ്റെ കാരണം, ദൈവം ഉദ്ദേശിക്കുന്നത് നീ ബേസിക്കായിട്ട് നീ ദൈവ പൈതലാണ്. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം കൊണ്ടും നമ്മുടെ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടും നീ ചിലപ്പോൾ ദൈവ പൈതൽ എന്നുള്ള നിൻ്റെ സ്ഥാനം പ്രസാദപരം നഷ്ടപ്പെട്ടു പോയി കാണും. പക്ഷേ എന്ന് പറഞ്ഞാലും ദൈവം പറയും, നീ ഇപ്പോൾ ഒരു പാപാവസ്ഥയിലാണെങ്കിലും നീ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ നീ എൻ്റെ മകളാണ്. അതിനത്ര മാറ്റമില്ല. അതിന് അമ്മയെ വെച്ചിരിക്കുന്ന ദൈവം അമ്മയെ തന്നെ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ?
അതായത് ഇങ്ങനെ ഒരു ഇൻഡീസൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായി, ദൈവത്തിന് പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നിങ്ങൾ നിലനിർത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ കാനായിലെ കല്യാണത്തിൻ്റെ കാര്യമാണ് തന്നെ എടുക്കാം. അവിടെ ആ വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കഥയുമില്ല. യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ യുഗദൈവം ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയെന്നും പറഞ്ഞ് അവിടെ ഇടപെടേണ്ട കാര്യമില്ല. പ്രോട്ടോക്കോൾ അല്ലത്. ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ തോട് പൊങ്ങി വെള്ളം കയറി ഉടനെ ജലസേചന വകുപ്പ് മന്ത്രി അവിടെ വരുക? ഇല്ല, വരത്തില്ല. അത് വില്ലേജ് ഓഫീസറാണ് വരുന്നത്. പ്രോട്ടോക്കോൾ അതാണ് അതിൻ്റെ പ്രോട്ടോക്കോൾ അതാണ്. അപ്പം നമുക്കൊരു ഭൗതിക സാഹചര്യം ഇല്ല, നമുക്ക് വീഞ്ഞ് തീർന്നു പോയി. അത് ഉടനെ ഈശോ അവിടെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വന്ന ഈശോ ആ കുടുംബത്തിൻ്റെ ഒരു സ്വാഭാവികമായ വിഷയത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇടപെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോ അത് പറയുന്നുണ്ടോ, എന്താണ് എനിക്കും നിനക്കും എന്താണ് ഈ വിഷയത്തിൽ? കാര്യം ഇത് ഒരു പ്രോട്ടോക്കോൾ നിരക്കാത്ത വിഷയമാണ്. പക്ഷേ എന്താണ് ഈശോ ചെയ്യണത്? എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിൻ്റെ കടമാകാം, നിൻ്റെ ജോലിയാകാം, നിൻ്റെ പ്രൊമോഷൻ വിഷയമാകാം. ഇന്നലെ ഡോണി ജോൺ എന്നൊരാൾ സാക്ഷ്യപ്പെടും. ഈ ഡോണി ജോണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു കോഓപ്പറേറ്റീവ് സംഘത്തിലെ സെക്രട്ടറിയാണ്. നമ്മൾ സഹകരണ സംഘമില്ലേ, സഹകരണ സംഘത്തിലെ സെക്രട്ടറിയാണ്. അപ്പോൾ സെക്രട്ടറിമാരെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, സഹകരണ സംഘത്തിൽ ഏറ്റവും മെൻറ്റേഷൻ അനുഭവിക്കുന്ന ഒരു ക്രീച്ചർ സെക്രട്ടറിയാണ്. ബോർഡിൻ്റെ സെക്രട്ടറി ഉണ്ടാവും, നാട്ടുകാരെ ഉണ്ടാവും, പിന്നെ മോളിൽ നിന്ന് വരുന്ന ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നിരീക്ഷണങ്ങളുണ്ടാകും, എല്ലാം കൊണ്ട്. പിന്നെ ബോർഡിന് തന്നെ അനാവശ്യമായ കൈകടത്തലുണ്ടാകും. ചിലപ്പോൾ ഇവരുടെ ജോലി തന്നെ ബോർഡിൻ്റെ ബോർഡിങ്ങനെ ഇവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കണ കാരണം ബോർഡിലെ ആൾക്കാരിങ്ങനെ മീശ പിരിക്കും. അങ്ങനെ ഓരോ വല്ലാത്ത ജോലിയാണ് ഈ കോപ്പറേറ്റീവ് സെക്രട്ടറി എന്ന് പറയുന്ന ജോലി എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ഇതുകൊണ്ട് ഡിപ്രഷനായി. വീണ്ടും നോക്കിയേ, ഡിപ്രഷൻ കേസ് ഇപ്പോൾ വന്നു കണ്ട, എനിക്ക് ഡിപ്രഷനായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കണക്ക് സമയത്ത് എഴുതാൻ പറ്റത്തില്ല, എൻട്രി മറന്നു പോകും, പിന്നെ ക്യാരി ഓവർ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അത് ഓഡിറ്റിങ് പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്ന് ഇതൊന്നും അറിയാമല്ലോ. പിന്നെ എന്താ വെച്ചാൽ ആ ഒരു വകുപ്പ് വെച്ചുകൊണ്ട് ഇയാളെ മാറ്റിയിട്ട് ബോർഡ് വേറെ ആളെ വെക്കും ഉടനെ. കാര്യം എന്താ, ഒരാളെ വെച്ച് ചിലപ്പോൾ 10 ലക്ഷത്തിനൊക്കെ ആയിരിക്കും വെക്കണത്. ബോർഡിന് പൈസ കിട്ടും. എല്ലാ ബോർഡുകാരും പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, മേടിക്കണം നിർബന്ധമില്ല. പക്ഷേ ചില ബോർഡൊക്കെ പൈസ വാങ്ങിച്ചത് തന്നെയാണ് ഈ ഉദ്യോഗം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റ് പോയാൽ വേറെ ആളെ വെച്ചാൽ അവർക്ക് ബോർഡിന് പൈസ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു ചാലഞ്ചിങ് പോസ്റ്റാണ്. ഈ മനുഷ്യൻ ഡിപ്രഷൻ ആയിക്കഴിഞ്ഞപ്പോൾ ഉടനെ പോസ്റ്റ് പോയിട്ട് പിന്നെ എന്താ മാർഗം? ഉടമ്പടിയേ ഉള്ളൂ. ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ വണ്ടി പിടിച്ച് ആൾക്കാർ അമ്മയെടുത്ത് വരും. അമ്മേ, കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗ്ഗമില്ല, എൻ്റെ തന്നെ കുഴപ്പമാണ്, ഡിപ്രഷനാണ് എനിക്ക്, അതും പറയും. നമുക്കിത് രണ്ടും പറയാൻ പറ്റിയത് ഗവൺമെൻറ്റിനോട് പറയാൻ പറ്റത്തില്ല. അമ്മ എനിക്ക് ഡിപ്രഷനാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഗവൺമെൻറ് പറഞ്ഞാൽ പറയും ഡിപ്രഷനാണ്, ഇപ്പോൾ വീട്ടിൽ പോയി ഇരിക്കാൻ പറയും. വേറെ നിങ്ങൾക്ക് പറ്റണ വല്ല വാട്സപ്പ് കടയോ സിഗരറ്റ് കടയൊക്കെ ഇട്ടിട്ട് വീട്ടിൽ ഇരിക്കാൻ പറയും. അതേ പറയുന്നത്. ആരോട് ചോദിച്ചാലും പറയും അത് നിങ്ങൾ വീട്ടിൽ പോയി ചെറിയ മാടക്കടവലും ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഡിപ്രഷൻ അല്ലേ? പക്ഷേ നമുക്ക് മനുഷ്യന്മാരോട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾക്ക് ഇത് രണ്ടും പറയാൻ പറ്റും. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ നിവൃത്തിയില്ല, എനിക്ക് ഡിപ്രഷനാണെന്ന് ഈ രണ്ടും പറയാൻ പറ്റുന്ന സ്ഥലം എവിടെയുണ്ട്? അമ്മ സന്നിധാനമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ് ആ മനുഷ്യൻ അത് പിന്നെ പറയണത് പച്ചക്ക് പറയണമെന്നേ ഉള്ളൂ. പറയണത് ഒക്കുക കിട്ടിയ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്താക്കൊള്ളാം. ഇങ്ങനെ പറയുന്നത് കണ്ണടച്ച് കുത്തണ പോലെ, നിങ്ങൾ PSC പരീക്ഷ എഴുതണ പോലെ ഒക്കണേ ഒന്ന് അങ്ങനെ കുത്തണം. ചില ആൾക്കാരുടെ പരീക്ഷ കുത്തണ പോലെയാണ് ഉടമ്പടി ചെയ്യണതേ. ഒക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നാൽ ദൈവത്തിന് ഇത് ഫ്രോഡാണെന്ന് അറിയാം. നിങ്ങളുടെ ഉടമ്പടി ഫേക്കാകും ഉടനെ. കാര്യം എന്താ, നിങ്ങൾ അതിൻ്റെ ഒരു കൺസിഡർ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു സിൻസിയറിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ സത്യസന്ധതയോ, ആ ഉടമ്പടി എന്ന് പറയുമ്പോൾ വിശ്വസ്തതയുടെ ഭാഗമാണ് സത്യസന്ധത. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒക്കുമായിരിക്കും അല്ലേ, അയാൾക്ക് കിട്ടിയില്ല, അപ്പം പറയാം മറ്റവർക്ക് കിട്ടിയിട്ടില്ല.
അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കിട്ടട്ടെ, അല്ല ആലപ്പുഴ വന്നില്ലേ, ആദ്യം ഒരു വണ്ടിക്കാശല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞാൽ എഴുതിയിടുന്നവരുണ്ട്. അങ്ങനെയുള്ള മരമാക്കറുകൾക്ക് ഈ ജന്മത്തുടമ്പടിന്ന് ഒന്നും കിട്ടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കൺസിഡർ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി ആൻഡ് സിൻസിയറിറ്റി അവർ ഇൻവെസ്റ്റ് ചെയ്യണില്ല. ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഇല്ല. അവർ ദൈവത്തെ പരീക്ഷിക്കണം, മറ്റൊരു പിശാചായിട്ട് വരും. അതാ സംഭവം. ഉടമ്പടി തെറ്റിച്ചാണ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നിങ്ങളെ പിശാചാണ്. എന്താ കാര്യം? ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് ചെയ്യണത്. അപ്പോൾ ദൈവത്തെ പരീക്ഷിച്ച ആളാരാണ്? പിശാചാണ്, സംശയമില്ല. യേശുവിനെ പരീക്ഷിച്ച ആളാരാണ്? പിശാചാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷ സംശയത്തോടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും 2 കൊമ്പ് ഒരു വാലും നിങ്ങൾക്ക് അവകാശപ്പെട്ട സംഭവമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മേടിക്കാം. 2 കൊമ്പ് ഒരു വാലും എന്താ? നിങ്ങൾ പിശാചാണ്. ദൈവത്തെ പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർ മനസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കരുതും അമ്മയുടെ മണ്ണി ചവിട്ടി കിട്ടിയാൽ മതി എന്ന് പറയും. വേറെ ഒന്നും ചെയ്യണ്ട. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണത് തന്നെ ഉടമ്പടി കണക്ക് വിധിക്കട്ടെ, അമ്മയുടെ മണ്ണിലൊന്ന് ചവിട്ടി കിട്ടിയാൽ മതി എന്ന് പറയും. അവർ ചവിട്ടി കിട്ടുമ്പോൾ തന്നെ സുഗന്ധം അടിക്കാൻ തുടങ്ങും. അത് അവരുടെ ഫെയ്ത്ത് അതാണ്. അവർ ചവിട്ടുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ അച്ഛാ വാതിക്കെ ചവിട്ടിയപ്പോൾ തന്നെ ഇത് എവിടെ നിന്നാണ് സുഗന്ധം എന്നറിയാൻ പറ്റുന്നത്. അതവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ പോകും. ആ വീടുകളിൽ അവരുടെ വീട്ടിലേക്ക് അത് അവസാനം വരെ നിൽക്കുകയും ചെയ്യും. അത് വീട് വരെ പോകും. ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തൊക്കെ സുഗന്ധം പിന്നെയും വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന വചനം ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നമുക്ക് മരിയൻ അനുഭവത്തിൽ വരുമ്പോൾ സുഗന്ധാഭിഷേകമായിട്ടാണ് പലരും അനുഭവിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഒരുമിച്ച് ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മാതാവിന്റെ വലിയ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ഡോണില്ലേ, അതായത് ഡോണി ജോണിൻ്റെ വിഷയം വളരെ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ ആൾക്കാർ വരുമ്പോൾ ഇവൻ ഭയങ്കര പെർപ്ലസ്ഡാണ്. എന്താണ് പറയേണ്ടത്, എങ്ങനെ അവതരിപ്പിക്കേണ്ടത്, എങ്ങനെ ജീവിക്കണത്, എത്ര കാലം ഇങ്ങനെ പോകും, എൻ്റെ അവസാനം എന്താണ്, നോ ഐഡിയ. അപ്പോൾ ഇവൻ്റെ ഈ ഇന്ന് പരവേശം പരിഭ്രമം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എക്സാക്റ്റ് വാട്ട് യു വാണ്ട് എക്സാക്ട്ലി, നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് അത് തന്നെ പറഞ്ഞ്, ഡോണി എന്താ പറഞ്ഞത്, എനിക്ക് ഡിപ്രഷനാണ്, എൻ്റെ സംഘം ജോലി, എൻ്റെ സെക്രട്ടറി ജോലി പോയി, ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഉടനെ എന്താ ചെയ്യണത്, അവൻ്റെ ആ പേപ്പറെല്ലാം അതുപോലെ വാങ്ങിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് സെയിം എന്താണ് പറയണത്, അവന് ഡിപ്രഷനാണ്, അവൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ലേ, ഓവർ, തീർന്നു. ബാക്കിയെന്ന് പറയുന്ന കൃപാസനത്തിൻ്റെ ആസ്തിയാണ്. ആസ്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആസ്തിയാണ്. വർഷം 10-32 കൊല്ലം കടലിലും കരയിലുമായി നടത്തിയ കൺവെൻഷൻസും, ഞാൻ 2 മണി രാത്രി തൊട്ട് 3 മണിക്ക്, ഞാൻ വൈകുന്നേരം 6 മണിക്ക് വലിയ ധ്യാനം നടക്കുന്ന സമയത്ത് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ആൾക്കാരെ കയറിയ ഇറങ്ങണത് വെളുപ്പിന് 4 മണിക്കാണ്. തല പൊട്ടണ പോലെ ഇരിക്കും അവിടെ ആസ്പത്രി ആൾക്കാരെ കണ്ടു. ഇതെല്ലാം ഇത് ആസ്തിയാണ്. ഈ മനുഷ്യന്മാരുടെ സംഭവങ്ങളെല്ലാം കേട്ട് അവസാനത്തെ ആൾ കൃപാസനത്തിൽ ഇറങ്ങുമ്പോൾ വെളുപ്പിനായി പോകും. രാത്രി മുഴുവൻ അതിന് അങ്ങനെ എത്രയോ കൊല്ലം 2004 മുതൽ തുടങ്ങിയ 2000 കോവിഡ് വരെയുള്ള കാലം അതെല്ലാം ആസ്തിയാണ്. വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, നല്ല ആസ്തിയുണ്ട്. ദൈവതിരുസന്നിധിയിൽ ജനങ്ങളുടെ കൂടെ നിന്നും അവിടെ കണ്ണുനീര് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെച്ചും അതിനുവേണ്ടി ഉപവസിച്ചും ഒക്കെ നല്ല ആസ്തിയുണ്ട്. അപ്പോൾ ഈ വിഷയം പറഞ്ഞാൽ മതി, ഡോണിൻ്റെ ജോലിയില്ല, അവന് ഡിപ്രഷനാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നോട്ട് ടൈം. മാതാവ് അത് മേടിച്ചിട്ട് അങ്ങനെ തന്നെ ഒരു പച്ചമഷിക്ക് അങ്ങോട്ടൊരു റീസ്റ്റേറ്റ് ചെയ്യണം പറഞ്ഞൊരു ഒപ്പിട്ടാൽ മതിയല്ല.
സെക്കൻഡുകൾക്കുള്ളിൽ അവനെ തിരിച്ചെടുത്ത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി യേശുവേ. ശ്രുതികട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. അതായത് ആസ്തി എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന പ്രേക്ഷിത നടപടിക്രമങ്ങളാണ്. അത് ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തോട് ചേർന്നുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം ഈ ഭൂമി വീണതിൻ്റെ പിന്നിൽ നമ്മളെ മുഴുവനും വീണ്ടെടുക്കുക എന്നുള്ളതും അതിന് വില കൊടുക്കുക എന്നുള്ളതും രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് ക്രിസ്തു ചെയ്ത സ്വർഗീയമായ ദൗത്യമാണ്. ഇതിനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ടാണ് മറ്റുള്ളവരെ, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുകയും വേദനിക്കുന്നവരെ ക്രിസ്തുവിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. ആ പണിയാണ് നിങ്ങളും ചെയ്യണത്. ഉടമ്പടിയിൽ നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രൊമോഷൻ ഫോർമുലയുണ്ട്. അതായത് നിങ്ങൾ ഒരു അനുഗ്രഹം ഇവിടെ കൈപ്പറ്റി സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിൽ കിടക്കണ പൈസ നമ്മൾ എടുത്തോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു പോകും അല്ലേ? അവസാനം 1000 രൂപ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ, അവസാനം ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപയാണുള്ളതെന്നുണ്ടെങ്കിൽ 5 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ 1000 രൂപ ഉണ്ടെന്ന് പറഞ്ഞ് ചെക്ക് എഴുതിയാൽ പറയുമ്പോൾ 1000 രൂപ ഒന്നും ഇല്ല, കാശ് ഇങ്ങോട്ട് തരാമെന്ന് പറയും. നിങ്ങൾക്കിവിടെ അക്കൗണ്ട് സൂക്ഷിച്ചതിന്, നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ സൂക്ഷിച്ചതിന് ആ സർവീസ് ചാർജായിട്ട് നിങ്ങളുടെ 1000 രൂപ ആവിയായിപ്പോയി. ഈ അക്കൗണ്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാശ് ഇങ്ങോട്ട് തരണമെന്ന് പറയും. ഒരു ചേട്ടത്തിന് ഞാൻ ഇന്നലെ ഓടിച്ചിട്ട് ഇവിടെ കൊച്ചത്തൻ സോപ്പിട്ട ചേട്ടത്തിനാണ്. എന്താ പ്രശ്നം വെച്ചാൽ ഇവർ വെള്ള ഉടമ്പടിയാണ് അവരുടെ. വെള്ള ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ പുതുക്കാണെന്ന് തോന്നുന്നു. 4ാമതല്ലേ സിൽവർ ഗ്രേ കിട്ടുന്നത്. വെള്ള ഉടമ്പടിക്ക് കക്ഷി 2 സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 3ാമത്തെ സാക്ഷ്യത്തിന് കയറിയതാണ്. 3ാമത്തെ സാക്ഷ്യം ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചൻ കാരുണ്യ പ്രവർത്തികൾ വല്ലതും ഉണ്ടാ പറയാമെന്ന് വെച്ചപ്പോൾ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ല. പിന്നെ ഈ പണ്ടാര എന്തിനാണ് ഉടമ്പടി എടുത്തത്? അപ്പോൾ ഈ ഉടമ്പടി വെള്ളയായിട്ടും ഇവർക്ക് തലയിൽ വെളിവില്ല. ഇവർക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല. ദൈവത്തിൽ നിന്നുള്ളതെല്ലാം ചിരണ്ടിയെടുക്കണമെന്നല്ലാതെ ദൈവത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നിക്ഷേപമില്ല. നിങ്ങൾക്കറിയാലോ, ഒരു ഉടമ്പടി ഞാനൊന്ന് ചെയ്യട്ടെ, നിങ്ങൾ വെള്ള ഉടമ്പടിയാണ്, പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് ഒരു ആസ്തിയും കിട്ടിയിട്ടില്ല. നിങ്ങൾ സന്തോഷിക്കണം. എന്താണ്? ഇത് മുഴുവൻ പരസ്യ ഡിപ്പോസിറ്റാണ്. അതിൻ്റെ അർത്ഥം നിന്നെ കാര്യമായി അനുഗ്രഹിക്കുന്ന ഒരു സമയം വന്നാൽ, നിനക്ക് ബോധമില്ലാതെ കിടന്നാൽ പോലും നിന്റെ ദൈവം നിന്നെ ബോധത്തിലേക്ക് വിളിച്ചു നടത്തും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടികൾ പാലിക്കുന്നതിലൂടെ സ്വർഗ്ഗത്തിൽ നമ്മുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ സമ്പന്നരാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രാണപ്രിയ ചങ്കിലെ ചോരനെ വീണ്ടെടുത്തവരേ, പ്രാണപ്രിയ ചങ്കിലെ ചോരനെ വീണ്ടെടുത്തവരേ, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവ
തൃശ്ശൂരിൽ നിന്ന് ജെസ്സി ജസ്റ്റർ എന്നും പറഞ്ഞ്, ലിസി ജസ്റ്റർ, തൃശ്ശൂരിൽ നിന്ന് ഒരു ടീച്ചറാണ്. ഒരു ചേച്ചി അവരൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവർ ടീച്ചറാണ്, ലിസി ജസ്റ്റർ. ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ വല്ലാണ്ട് അങ്ങനെ കൂടുന്നുണ്ടേ. അതായത് ഉടമ്പടിയുടെ മുഴുവനും ആത്മാവ് പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നത് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം, എഡ്യൂക്കേഷൻ കുറവുള്ളവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു ഐഡിയ അതിനെ കറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം ഇത് വളരെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്യണമല്ലോ. ഇതെല്ലാം ഒരു പ്രത്യേക പ്രോജക്റ്റ് പോലെ വരണത്. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളെ നല്ല ശ്രദ്ധയോടെ ചെയ്ത് വൃത്തിയായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പടപടാന്ന അനുഭവങ്ങളാണ്. ചില ആൾക്കാർക്ക് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലർ ചെവി കേൾക്കാൻ പാടില്ല, കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഈ ചെവി കേൾക്കാൻ പാടില്ലാത്തവരും കണ്ണ് കാണാൻ പാടില്ലാത്തവരും നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വിടരുത്. എന്താ കാര്യത്തിൽ ക്ലാസ് തന്നെ കേൾക്കണം. ആദ്യം ക്ലാസ് തന്നെ കേൾക്കണം. പിന്നെ ഇത് കൃപാസനം പത്രം വായിക്കണം, അല്ലെങ്കിൽ ഉടമ്പടിയുടെ പത്രിക വായിക്കണം. ഇത് കൃത്യമായിട്ട് സംഭവം അറിയാൻ പാടില്ലാത്തവർ വായിക്കത്തുമില്ല, ക്ലാസ് കേൾക്കത്തുമില്ല. എന്നിട്ട് വല്ലതൊക്കെ കൊണ്ടുവന്ന് എഴുതി ഇട്ടും പോകും. ഇങ്ങനെയുള്ള വെളിവില്ലാത്ത ആൾക്കാരെ ഉടമ്പടി എടുക്കാൻ വിടരുത്. അവർ മക്കളുണ്ട്, ഞങ്ങൾ തന്നെയാണെങ്കിലും മക്കളെ എവിടെ നിന്ന് ചോദിക്കത്തുള്ളൂ ഉടനെ. ഇപ്പം 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം. അല്ല അമ്മയുടെ അപ്പൻ്റെ ഉടമ്പടിയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർ ഉടമ്പടി എടുക്കണം. എന്താ സംഭവിക്കുക? ഇപ്പോൾ നീറ്റ് പരീക്ഷയൊക്കെ നടക്കണം, ഇന്നലെ കഴിഞ്ഞോ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർ അതിൻ്റെ അകത്ത് ഞങ്ങളിവിടെ ഫിൽട്ടർ ചെയ്ത് മാറ്റിക്കളഞ്ഞു. എന്താ കാര്യം? അവരുടെ കയ്യിൽ അവരുടെ ഉടമ്പടിയിലില്ല, അമ്മയുടെ ഉടമ്പടിയും കൊണ്ട് വന്നിരിക്കുക. അമ്മയുടെ ഉടമ്പടിയിൽ അവർ ഓഫീസിൽ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ്? ഒന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഇല്ല. രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥിച്ചല്ലോ? ഇല്ല. പ്രവർത്തനം ചെയ്തോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ കാണാൻ പോയി? ഇല്ല. ഒന്നുമില്ല. ചുമ്മാ വോൾട്ടിക്കരി കൊണ്ട് തിരിക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയാൽ മതി, ഇവിടെ വരരുത്. ഇവിടെ വരുമ്പോൾ ഇത് ഉടമ്പടി, ദൈവം ഉടമ്പടി നൽകിയിരിക്കണതാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുക, സൂചിപ്പിക്കുക, ആശ്വസിപ്പിക്കുക ഒന്നും ഞങ്ങളുടെ പ്രഥമ പരിഗണനയിലുള്ളതല്ല. പണ്ടൊക്കെ ഞാൻ ഒത്തിരി ചെയ്തിരുന്നതാണ്. ഉടമ്പടി വരെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പം ചെയ്യത്തില്ല. എന്താ കാര്യം? ദൈവം ഉടമ്പടി നമ്മൾക്ക് തന്നിരിക്കുന്നത് ആ ഉടമ്പടി പ്രകാരം ജനങ്ങളെ ട്രെയിൻ ചെയ്യാനും വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനുമാണ്. അതിൻ്റെ ഫലങ്ങളെന്ന് പറഞ്ഞാൽ നിത്യത വരെയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. യേശുവേ യേശുവേ നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടം ദയയാ ദയയാ നിത്യദയയാ. നിന്നത് കൃപയാ കൃപയാ ദൈവ കൃപയാ നിത്യടം ദയയാ ദയയാ നിത്യദയയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലിസി ടീച്ചറില്ലേ, ലിസി ജസ്റ്റർ, ലിസി ജസ്റ്ററിൻ്റെ ഒരു ടീച്ചറാണെങ്കിൽ അവരുടെ ലൈഫ് ദുരന്ത ജീവിതമാണ്. അവിടെ ഒരു മകൻ മരിച്ചുപോയി. അടുത്ത മകൻ പട്ടാളത്തിലാണ്. അവന് ഈ ചെറുകുടൻ്റെ വലിയ കുടൻ്റെ ഉള്ളിലേക്ക് ചെറിയ കുടൽ കയറിയിട്ട് വയറ് ബ്ലോക്കായി വീർത്ത് അത് കീറാൻ പോവുകയാണ്. എന്നിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിരിക്കുക. മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഓക്സിജനും ഭക്ഷണമൊക്കെ വായുടെ മൂക്കിലെ ട്യൂബ് വഴി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവനും മരിച്ചു പോകുന്നുള്ളത് ഏറെക്കുറെ ടീച്ചറിന് മനസ്സിലായി. അപ്പോൾ ടീച്ചർ ഒരു തുറുപ്പിട്ട് വെട്ടി പ്രാർത്ഥനയ്ക്ക്. എന്താ കാരണം? അവർ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞ്, കർത്താവേ, ഉടമ്പടി ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ?
അതാണ് ആ ചോദ്യം. ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണ്, അതാണോ നിൻ്റെ ദൈവഹിത? എനിക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ, അപ്പം എൻ്റെ സൽപ്രവർത്തികളെ നീ ഓർക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, കാര്യം ഇവർ വൃത്തിയായിട്ട് സൽപ്രവർത്തി ചെയ്യുന്ന ആളാണ്. ഉടമ്പടി പറയുന്ന കാര്യങ്ങളെ വൃത്തി മെനയോട് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ രോഗികളെ ശുശ്രൂഷിക്കും, പണമില്ലാത്തവർക്ക് പണം കൊടുക്കും, ഉള്ളതുപോലെ കൊടുക്കും, ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും, ആശുപത്രി സന്ദർശിക്കും, ഉള്ള സമയത്ത് ഉള്ള പോലെ എല്ലാ കാര്യങ്ങളും. അപ്പോഴേ അതാണ് ആസ്തി എന്ന് ഞാൻ പറയണത്. ലിസ്ലി ടീച്ചറിന് എന്തൊക്കെ പറഞ്ഞാലും വിടുംബത്തിൽ സങ്കടമാണെങ്കിലും നല്ല ദൈവദൃശ്യത്തിന് നല്ല ആസ്തിയുണ്ട്. അപ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞ് ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാലും കിട്ടാൻ പാടാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഉടനെ ടീച്ചർ എന്താ ദൈവത്തോട് പറയണത്? എൻ്റെ സൽപ്രവൃത്തി നീ ഓർക്കണമേ. അതാണ് എൻ്റെ മർമ്മമെന്ന് പറയണത്. ഇപ്പോൾ ഒരു കതിന പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ കുറിഞ്ഞി ഉണ്ടാകുമല്ലോ, അല്ലേ? കതിന ഇടിച്ച് നിറച്ചിട്ട് നിങ്ങൾ കഥ കണ്ടിട്ടില്ലേ? കഥ കണ്ടിട്ടുണ്ടോ? രക്ഷപ്പെട്ട് അതിന് ആ മരുന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ട് തീ കൊടുക്കണം. അല്ല വല്ലോടത്തും കൊടുത്താൽ കതിന പൊട്ടത്തില്ല. അതിൻ്റെ മർമ്മം കുറിഞ്ഞു. അതാണ് മരുന്നിരിക്കണ ആ ദോരം. അവിടെ കൊണ്ട് നമ്മൾ ആ മരുന്ന് നമുക്ക് കത്തിയിട്ട് പൊട്ടണം. ഉടമ്പടിയുടെ മർമ്മം എന്ന് പറഞ്ഞ സൽപ്രവൃത്തിയാണ്. ലിസ്റ്റ് ടീച്ചർ അവിടെ കൊണ്ട് കത്തിച്ച് സംഭവം എന്താണ്? എനിക്ക് വേറെ ഒരു യോഗ്യത ഒന്നുമില്ല, നിൻ്റെ നാമത്തിൽ ഞാൻ വെയിലും കൊണ്ടും മഴയും കൊണ്ട് കർത്താവിനെ അറിയാത്തവർ ഞാൻ അറിയിച്ചിട്ടുണ്ട്, കണ്ടവരോടെല്ലാം ഞാൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മേ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവനും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുവെച്ചാൽ ആൾ സുഖപ്പെട്ടേ ഈ ഒരൊറ്റ സംഭവത്തിൽ. ഇതാണ് ആസ്തി എന്ന് പറയണത്. നിങ്ങളെന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കണത്, പല ആൾക്കാരും ഭയങ്കര അകലേന്ന് വണ്ടിയും പിടിച്ചും കാറും പിടിച്ചൊക്കെ വരും. കാറിൽ പകുതി ഉറങ്ങും, പകുതി വന്ന് ഉടമ്പടി തിയേറ്ററിൽ ഉടമ്പടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങും. അവസാനം പോകാതെ നേരത്ത് നമ്പർ കൊടുക്കും, ചിലർ കൊടുക്കത്തില്ല. നോൺ ക്രിസ്ത്യൻസ് എല്ലാം വൃത്തിയും മെനയുമായിട്ട് നമ്പരും കൊടുക്കും, പറയണ എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അതാണ് അവർ ഇടിവെട്ട് സാക്ഷി അവരുടെ ആകണതിൻ്റെ കാരണം. അതാണ് മറ്റേ ആൾക്കാരത് ഉടായ്പ പാർട്ടിയാണ്. അവർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. നന്മ പറഞ്ഞ പറയും, അതൊക്കെ കുറേ ചൊല്ലിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെ ലോട്ടറി ടിക്കറ്റ് പോലെ പരിശുദ്ധം പറയും, അത് ചൊല്ലിട്ടാണ് പറയും. ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ചിലരാണെന്ന് ഇവരൊന്നും ചെയ്യത്തില്ല. അതെന്ത് എന്താ പറഞ്ഞത്? ഇവരുടെ ഈ ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ ഈ എൻഡോസൽഫാൻ വീണ മരം പോലെ ഇരിക്കും, ഇങ്ങനെ കരിഞ്ഞുണങ്ങിയിരിക്കും. കരിഞ്ഞുണങ്ങി ഉടമ്പടി കുറേ ആൾക്കാർക്കുണ്ട്. അവർ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും അവിടെ സ്ഥിതി ഇപ്പം മോശമായി. ഉടമ്പടി എടുക്കുന്ന മുമ്പ് ഇവർ കുറച്ചെങ്കിലും ദൈവതിരുസന്നിധിയിൽ വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ പ്രഖ്യാപിത ഫ്രോഡായല്ല. ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ റിപ്പോർട്ടർ എന്താ പറയണത്? പ്രഖ്യാപിത ഫ്രോഡ്. വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾ ഫ്രോഡായിരുന്നു, പക്ഷേ നിങ്ങൾ തിരിച്ചറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എന്താ, ഉടമ്പടി എടുത്ത് സൽപ്രവർത്തനം ചെയ്യാതെ പ്രവർത്തനം ചെയ്യാതെ വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ പട്ടിക്കെട്ട് കൊടുക്കണ പോലെയും കോഴിക്കെട്ട് കൊടുക്കണ പോലെയും വല്ല മരുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ദൈവത്തെ പറ്റിച്ച അവസാനം നിങ്ങൾ ഫ്രോഡായി, പ്രഖ്യാപിത ഫ്രോഡായി. പക്ഷേ നിങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ എന്താ ചെയ്യണത്? ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പോലും ഇപ്പം ചിലരൊക്കെ എഴുതി പറയുകയെ, ഒരു സാക്ഷ്യം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണ്? അത് കേട്ടിട്ട് അപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്യും, അടുത്തത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കും. ഇതിനിടയ്ക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ ദൈവം അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു നട്ടം തിരിഞ്ഞിരിക്കുകയാണ്, പുകഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഉടനെ ഉടമ്പടി ധ്യാനം വെച്ച് മാതാവ് ഉടമ്പടി ധ്യാനത്തിലൂടെ അവരോട് സംസാരിക്കും. അപ്പോൾ അവർക്ക് ഉറപ്പ് കിട്ടും, ഇതാണല്ലേ പരിപാടി, എന്നിങ്ങനെ ചെയ്യാം എന്ന് പറയും. എന്നുവെച്ചാൽ ദൈവം ഒരിക്കലും നമ്മുടെ അകലെയല്ല. ദൈവത്തെ അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കണവനെ ദൈവം അടുത്തുണ്ട്. ദൈവത്തെ അടുത്ത് കിട്ടുന്ന ഇപ്പം എന്താ പ്രശ്നം? ഞാനിപ്പോൾ നിങ്ങളെ ഇപ്പം ആരൊക്കെ ഉണ്ടാലും ഞാൻ ഉപദേശിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസി മടത്തി പോകാനിടയായി. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് സിസ്റ്റർ സിക്കായിട്ട് ആശുപത്രി വീട്ടിൽ പോയപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കുറേ കന്യാസിമാരുണ്ടായിരുന്നു, അവിടെ കുറേ ആസ്പിരൻസ് നൊവീഷ്യനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആസ്പിരൻസിനെയും നൊവീഷ്യനെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അവർ സമർപ്പണത്തിലേക്ക് വരികയല്ലേ. അപ്പോൾ അവർക്ക് ഒരു ഉപദേശം കൊടുത്താൽ അവർ നിലനിൽക്കുമെന്ന്. അപ്പോൾ ഞാൻ അവരെ അരമണിക്കൂർ സിസ്റ്റേഴ്സിന് അവിടെ ചെന്നപ്പോൾ തന്നെ ഉപദേശിച്ച് എല്ലാവരെയും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും 10 ആളെ കിട്ടിയാൽ അപ്പം സംസാരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്? ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടതാണ്. എനിക്ക് ദൈവം എന്താണ്, നിത്യത എന്താണ്, ഈ ജോലിയുടെ ഗുണമെന്ത്, ഈ ശുശ്രൂഷയുടെ മെച്ചം എന്താണെന്നൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം.
നിങ്ങളെ കണ്ടാൽ ഒരു അച്ഛൻ ജീസസിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഓർക്കുക, അയാളുടെ ലോഹയ്ക്ക് വെറുതെ ഒരു 800 രൂപയുടെ വിലയുള്ള ആ അച്ഛന് എന്താ കാര്യം? ക്രിസ്തു അയാളിലില്ല. അയാൾ പറയണത് വേറെ പല കാര്യമായിരിക്കും നിങ്ങളോട്. നമ്മുടെ കുടുംബം വിസിറ്റ് ചെയ്യാൻ വന്നാൽ പോലും അച്ഛൻ ക്രിസ്തുവിനോട് ഉപദേശിക്കാത്ത അച്ഛന്മാരുണ്ട്. അവർ വല്ല സാമ്പത്തിക വിഷയവും പരിയൊക്കെ പറഞ്ഞിട്ട് പൈസ എഴുതിക്കൊണ്ട് പോകും. അപ്പം നിങ്ങൾ തിരിച്ച് പറയണം, ഇതിങ്ങനെയല്ല അച്ഛാ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ആ കുടുംബത്തിൻ്റെ വിഷയം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർക്ക് കുറേ ആൾക്കാർക്കെങ്കിലും റിലേ പോയിട്ടുണ്ട്. എനിക്ക് ഞാൻ മനസ്സിലാക്കിയ അങ്ങനെ കുറേ ആൾക്കാർക്കെങ്കിലും ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപദേശിക്കാൻ പറ്റത്തില്ല നമുക്ക് ആൾക്കാരാണ്. ബോധ്യം നഷ്ടപ്പെട്ടതാണ് സഭയിൽ ഉപദേശം കുറഞ്ഞത്. സഭയിൽ ഉപദേശം കുറഞ്ഞത് കൊണ്ടാണ് ജനങ്ങളെ വഴിപിഴച്ച് പോയത്. ഉപദേശം എന്ന് പറഞ്ഞാൽ വരവാണ്. നമ്മൾക്ക് വരത്തോടുകൂടി ഉപദേശിച്ചാൽ എത്ര പൈശാചിക അവസ്ഥ കിടന്നവനായാലും ശരി, അവൻ നമ്മൾ അനുസരിക്കും. എന്താ കാര്യം? നമുക്കതിനുണ്ട് കർത്താവ് നമുക്കതിൻ്റെ ഉപദേശ വരവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അച്ഛന്മാർക്കും കന്യാസിമാർക്കും ഉള്ള സംഭവമല്ല, എല്ലാവർക്കും ഉപദേശിച്ചാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞോ, നിങ്ങൾ ആ നിമിഷം മുതൽ ഉപദേശിയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞോ, ആ നിമിഷം മുതൽ നിങ്ങൾ ഉപദേശിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഒരു മനുഷ്യന് അനുഭവം കിട്ടിയിട്ട് അവൻ ആ മനുഷ്യൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രാൻസ്പോർട്ട് ബസ്സിലേ അപ്പോഴത്തെ അത്ര ആന്തരികമായ അനുഭവമായി. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള ഒരാൾ രൂക്ഷമായിട്ട് ഇയാളെ നോക്കും. ഇയാൾ ഓർക്കും ഇയാൾ വന്ന് എൻ്റെ കണ്ണക്കുരുട്ട് അടിക്കുമായിരിക്കും എന്ന് തോന്നും. അപ്പോൾ ഇയാൾ അടുത്തടുത്ത് വരികയാണ്. അയാൾ അടുത്തടുത്ത് വരും. ഇപ്പം അടിക്കുമെന്ന് പറയുമ്പോൾ അയാൾ അടുത്തൊന്നും ചോദിച്ചു, ഒരു കൃപാസനം 10 രൂപ വാങ്ങി. അതാണ് സംഭവം. അതെന്താണ്? ആ ഉപദേശമാണ്. അയാൾ സ്ഥലം നോക്കാതെ ഉപദേശിക്കുകയാണ്. ദൈവത്തിന് ഒരു നിങ്ങൾ ഓർക്കുന്നത് എൻ്റെ മകളുടെ, നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ മകളുടെ IELTS, നിങ്ങളുടെ മകളുടെ PR, നിങ്ങളുടെ പശുവിൻ്റെ പ്രസവം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കാൻ. മര്യാദക്ക് ദൈവത്തിന് ജോലി ചെയ്യാൻ നോക്ക്. അപ്പം ദൈവം ആരാണ് നിങ്ങൾ അറിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ സ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്താണ് ഈ സാക്ഷ്യം? എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇപ്പോൾ ഒന്നിൽ കൂടെ സാക്ഷ്യങ്ങൾ വിശദീകരിക്കണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ കേസ് സ്റ്റഡിയാണ് സാക്ഷ്യം. ഉടമ്പടിയുടെ കേസ് സ്റ്റഡിയാണ്. ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്, ഉടമ്പടി എങ്ങനെയാണ് വർക്ക് ഔട്ട് ചെയ്യണത്, അതിൻ്റെ നോ ഹൗ ആണ് ഈ പറയണത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതൊരു ഉടമ്പടിയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ സമീപിച്ച് ടെക്നിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ബൈബിൾ എന്താണ് അനുഗ്രഹത്തിൻ്റെ ടെക്നോളജി, അതാണ് ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ഓരോ ആൾക്കാർ ഉപയോഗിച്ചിട്ടിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യണത്. നമ്മളുടെ ആൾക്കാർ ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങൾ അച്ഛൻ വിശദീകരിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി റിസൾട്ട് അനലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അതേ സിറ്റുവേഷനാണ് നീയെങ്കിൽ
നിനക്ക് സെയിം ഇഫക്റ്റ് റിസൾട്ട് കിട്ടാൻ ഇതേ ഫോർമുല നീ ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഇപ്പം എന്താ ഇവരുടെ പ്രശ്നം? ധന്യയുടെ പ്രശ്നം എന്താണ്? ധന്യ എന്താ പറഞ്ഞത്? ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഡിപ്രഷനുള്ള ആളാണ്, പേടിയുണ്ട് എല്ലാത്തിനോട്. അപ്പം ഞാൻ എന്താ ചെയ്തത്? ഞാൻ ജപമാലയും ബൈബിളും എൻ്റെ തലയ്ക്ക് ഭാഗത്ത് വെക്കും. ജപമാലയും ബൈബിളും തലയ്ക്ക് ഭാഗത്ത് വെക്കുന്നവരെ കൈപൊക്കിക്കേ. മരിക്കുമ്പോഴാണ് ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പായി സന്തോഷം. നേരാണോ കൈപൊക്കിയത്? വെറുതെയാണോ? ഇപ്പോൾ ബൈബിൾ ചെറുതാണെങ്കിലും ഒന്ന് തലയ്ക്ക് ഭാഗത്ത് തന്നെ അല്ല, കൂടെ കൊണ്ട് നടക്കണത് നല്ലതായിരിക്കും. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കണ ആളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ബൈബിളിലൂടെ സംസാരിക്കാനുള്ള അഭിഷേകം നമുക്ക് തരും. ദൈവം വ്യത്യസ്തമായ രീതി ദൈവത്തിന് എല്ലാ മീഡിയ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിച്ച് കാണുന്നത് ബൈബിളാണ്. ബൈബിൾ ഇങ്ങോട്ട് കൊടുക്കുന്നു കഴിഞ്ഞാൽ ഇപ്പം നിനക്കൊരു പ്രശ്നം ഉണ്ടായി, നീ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് അതിലൂടെ സംസാരിക്കും. ഇനി സംസാരിക്കണ വിഷയം നിനക്ക് മനസ്സിലായില്ലെങ്കിലും കർത്താവിന് മനസ്സിലായി കാണുമല്ല ആ വിഷയം. അപ്പോൾ നിന്നെ എംപവർ ചെയ്യും. കാര്യം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായ എനർജി നിന്നിലേക്ക് തരും. എന്നിട്ട് നീ മുന്നോട്ട് പോകാൻ പറയും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം നീ ഒരു സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞൂറും ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആംബിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. എൻ്റെ മക്കളെ, ഈശോ എന്താ പറഞ്ഞത്? നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായത് കാരണം 10 പൈസക്ക് പഠിപ്പുണ്ടെങ്കിൽ പിന്നെ താൻ ആൾ വലിയ ജമണ്ടനാണെന്ന് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി ഈ പന്നി ഉടനെ ദൈവത്തെ നിഷേധിക്കും, അല്ലെങ്കിൽ സഭയെ നിഷേധിക്കും. എന്തിനാണെന്നറിയാവോ? മറ്റ് സഭക്കാരുടെയോ അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടിയാണ്. എന്തൊരു പ്രലോഭനമാണെന്ന് നോക്കിയേ. അല്ല, ഈ സോഷ്യൽ മീഡിയ കാലത്ത് പുതിയ പാപികൾ വരുന്നതെന്നല്ല, പാപികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു. കൈയിട്ടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പിശാച് ചില അഭ്യസ്ത വിദ്യരെ ഈ പൊതുസമൂഹത്തിൻ്റെ ലൈക്കിനും സബ്സ്ക്രിപ്ഷനും വേണ്ടി ദൈവത്തെയും അവർ പണയം വെച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദികളായിട്ടൊക്കെ സമൂഹത്തിലുണ്ടാകും. അപ്പം നമ്മളോർക്കും ഇത് ശരിയല്ലേ എന്ന് ചോദിക്കും. അവന് അത് പറയാൻ യാതൊരു റൈറ്റുമില്ല. എന്താ കാര്യം? അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാത്തതിന് പഞ്ചസാര എന്ന് ഇപ്പം ശർക്കര എന്ന് നമ്മൾ വെള്ള പേപ്പർ എഴുതി വെച്ചിട്ട് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവുക? ഇല്ല. അതാണ് സംഭവം. ശർക്കര തിന്നണം അല്ലേ? അപ്പം എൻ്റെ മധുരം എന്താണെന്നൊക്കെ വ്യത്യാസം. ശർക്കരയുടെയും പഞ്ചസാരയുടെയും മധുരം വ്യത്യസ്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ അത് രണ്ടും രുചിച്ച് നോക്കണം. അല്ല പത്രത്തിൽ എഴുതി വെച്ചിട്ട് നക്കിയിട്ട് കാര്യമില്ല. വല്ലയിടത്തെ പുസ്തകത്തിൻ്റെ വായിച്ച് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം നേരിട്ട് പ്രാർത്ഥിച്ച് അനുഭവിക്കേണ്ട വിഷയങ്ങളാണ്. അനുഭവിച്ചാണ് ദൈവത്തെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവപേതലെ ഉടമ്പടിയെപ്പോലെ ദൈവം വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിലൂടെ തൊട്ടറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകിച്ചു. നീ ചെയ്ത നന്മകൾ യേശുവേ, നന്ദി യേശുവേ, നീ